കെ കരുണാകരന്റെ തട്ടകമായിരുന്നു തൃശൂർ. കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ സ്വന്തം പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കാൻ ഇത്തവണ ഇറങ്ങി കളിക്കുകയാണ് തൃശൂർ. അപ്പോൾ സുരേഷ് ഗോപിയെ കെ മുരളീധരൻ തടയുമോ? സുരേഷ് ഗോപി കഴിഞ്ഞ തവണ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയവുമില്ല. ഇപ്പൊ കെ കരുണാകരന്റെയും കെ മുരളീധരന്റെയും കാര്യം പറയുമ്പോൾ ഇവർ രണ്ടുപേരും തോറ്റ മണ്ഡലം കൂടിയാണ് ഈ തൃശൂർ മണ്ഡലം. രണ്ടും വി വി രാഘവനോട് തോറ്റ മണ്ഡലമാണ്. തന്നെ കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂർ ഒരു രാശിയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വി എസ് സുനിൽകുമാർ തന്നെ പത്മജയെ തോൽപ്പിച്ചു. ഈ അവിടെ നിയമസഭാ മണ്ഡലത്തിലാണത്. 2016 പത്മജ വി എസ് സുനിൽകുമാറിനോട് തോറ്റു. 2021 ബാൽസിയോട് തോറ്റു. അതിനു മുൻപ് മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടിനോട് തോറ്റു. കെ മുരളീധരനും കെ കരുണാകരനും വി വി രാഘവനോടും തോറ്റു. 93,633 വോട്ടിന് ജയിച്ച ടി എൻ പ്രതാപനെ എന്തിനാണ് കോൺഗ്രസ് മാറ്റിയത് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരിക്കും. കോൺഗ്രസ് ആണോ മാറ്റിയത്, അതോ കോൺഗ്രസിന് വേണ്ടി സുനിൽ കനുകൂലുവാണോ മാറ്റിയത്, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയും അതൊരു വളരെ ഗംഭീരമായ തീരുമാനമായിരുന്നു എന്ന് പറയും. എന്തായാലും നമുക്ക് ഈ അഭിപ്രായ സർവേയുടെ അഭിപ്രായം വന്നതിന് ശേഷം തീരുമാനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് പറഞ്ഞാൽ പോരെ. എന്തായാലും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇത്തവണ ത്രികോണ മത്സരമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം. കേരളത്തിൽ BJP ഏറ്റവും അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. പ്രധാനമന്ത്രി വിചാരിക്കുന്നത് സുരേഷ് ഗോപി വഴി തൃശ്ശൂരിൽ ഒരു വിജയം ഉണ്ടാകും. അങ്ങനെ കേരളത്തിലും മോദിക്ക് വേണ്ടി കൈപൊക്കാൻ ഒരാളുണ്ടാവും. കേരളത്തിൽ നിന്നും മോദിക്ക് വേണ്ടി ലോക്സഭയിൽ കൈ ഉയർത്താൻ ഒരാളുണ്ടാവുമെന്നാണ് നരേന്ദ്രമോദി വ്യക്തിപരമായി പോലും വിചാരിക്കുന്നത്. അത്രേ.